ABD എല്ലാം എടുത്തില്ലേ? എല്ലാം സെറ്റാണ്. ആ ചാർജറിങ് എടുത്ത്. ഓ, വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നുമില്ല. ഒരു മിനിറ്റ്, ഒരു സാധനം എടുക്കാൻ. ബ്രോ, ഇതും കൂടി അവർ വെച്ചേട്ടാ. ഇതെന്തിനാ? ഇത് ദൂരയാത്രയ്ക്ക് പോകുന്നല്ലേ, അപ്പൊ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് പ്രിക്കോഷൻ ആയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടെ അബ്ദുള്ള സാർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതായത് യാത്രാവേളയിൽ ഉണ്ടാവുന്ന ഛർദില്, തലകറക്കം, ഓക്കാനം. ഇതിനെ നമ്മൾ മോഷൻ സിക്നസ് അഥവാ ട്രാവൽ സിക്നസ് എന്ന് വിശേഷിപ്പിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കൃത്യമായി അറിയാനും അതിനോട് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്, അല്ലേ? അതിനുവേണ്ടി നമുക്ക് ഇന്ദ്രിയങ്ങളും ഉണ്ട്, അല്ലെ? ഇന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിലേക്ക് പോയി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളോട് കൃത്യമായി അറിയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വേളയിൽ ഇവിടെ ചെവിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ ചെവിയുടെ 3 ഭാഗങ്ങൾ, ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയർ ആണ്. അവിടെ നമുക്ക് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രവവും. നമ്മളുടെ തലയുടെ ചലനത്തിനനുസരിച്ച് ഈ എൻഡോലിംഫ് എന്ന ദ്രവം വെസ്റ്റിബുലാർ കുഴലിനകത്തുകൂടെ ചലിക്കുന്ന സമയത്ത് രോമകൂപങ്ങൾക്ക് മുകളിലൂടെ ചലിക്കുമ്പോൾ അവിടെ ആവേഗങ്ങൾ ഉണ്ടായി അത് തലച്ചോറിലേക്ക് പോയാണ് നമുക്ക് ബാലൻസ് ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു വാഹനത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഷേക്ക് ചെയ്യുന്നുണ്ട്, വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച്. അതുവഴി നമ്മുടെ ചെവിക്കകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ദ്രവം ചലിക്കുകയും തലച്ചോറിലേക്ക് സിഗ്നൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറ് കരുതും നമ്മൾ മൂവ് ചെയ്യുകയാണ് എന്ന്. എന്നാൽ നമ്മുടെ കണ്ണുകളോ, നമ്മൾ വാഹനത്തിനകത്തുള്ള സീറ്റിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നൽ എന്താ? നമ്മൾ സ്റ്റേഷനറി ആണ്, സ്റ്റാറ്റിക് ആണ്, നമ്മൾ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും കണ്ണുകൾ നമ്മുടെ തലച്ചോറിനോട് പറയുന്നുണ്ടാവുക. ചെവി പറയുന്നത് എന്താണ്? നമ്മൾ ചലിക്കുകയാണെന്നും, അതോടൊപ്പം തന്നെ കണ്ണ് പറയുന്നു നമ്മൾ ചലിക്കുന്നതല്ല, നമ്മൾ നിശ്ചലമാണെന്ന് പറയും. അവിടെ നമ്മുടെ തലച്ചോറിന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതുവഴി നേരത്തെ ഞാൻ പറഞ്ഞ മോഷൻ സിക്നസ് അഥവാ ട്രാവൽ സിക്നസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ആർക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണത കൂടുതലായിട്ടുണ്ടാവും? ഫാമിലി ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ അച്ഛന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്കറിയാം, പ്രഗ്നൻസി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഓക്കാനം വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറ്. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്കും വളരെ കൂടിയ തോതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന് പരിഹാരം? അപ്പൊ നേരത്തെ നമ്മുടെ സാറ് നാരങ്ങ കൊണ്ടുവന്നു, നാരങ്ങ സ്മെല്ല് ചെയ്യാൻ പറഞ്ഞു. അതൊരു നല്ലൊരു റെമഡിയാണ്. കാരണം നമ്മൾ നാരങ്ങ സ്മെല്ല് ചെയ്യുന്നത് വഴി ആ നാരങ്ങയുടെ സ്ട്രോങ് പ്ലസന്റ് ഓർഡർ നമ്മുടെ തലച്ചോറിലേക്ക് വരികയും നമ്മുടെ തലച്ചോറിനെ അത് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അത് എന്ത് ചെയ്യുക, കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ചെറിയ തോതിലെങ്കിലും നമുക്ക് ആ ഒരു മോഷൻ സിക്നസിൽ നിന്ന് റിലീഫ് നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാറിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മുൻ സീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്ലെയിനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ചിറകിനോട് ചേർന്നുള്ള സീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബോട്ടിലാണെങ്കിൽ മധ്യഭാഗത്തിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യാത്രാവേളയിൽ ഒരിക്കലും ഈ വാഹനത്തിനകത്തുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് വിദൂരതയിലേക്ക് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കണ്ണുകൾക്കും കൂടി മനസ്സിലാവണം നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന്. കണ്ണുകളിലൂടെയുള്ള സിഗ്നൽസ് ബ്രെയിനിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും യാത്രാവേളയിൽ പുറത്തേക്ക് നോക്കി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ ഇരിക്കുമ്പോൾ വാഹനം എങ്ങോട്ടാണോ ചലിക്കുന്നത് ആ ദിശയിൽ തന്നെ നോക്കാനും ഇരിക്കാനും ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ശുദ്ധമായ വായു ശ്വസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലാസ് താത്തു വെക്കാനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യാത്രയ്ക്ക് മുമ്പായി ഹെവിയായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ എരിവ് കൂടിയത്, പുളി കൂടിയത്, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പറ്റുമെങ്കിൽ യാത്രാവേളയിൽ വിശപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രൂട്ട്സ് കരുതാവുന്നതാണ്. ചെറിയ തോതിൽ നമുക്കത് കഴിച്ച് വിശപ്പ് അടക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് സാർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.